നിലമ്പൂരിൽ നിന്ന് ഷമി പ്രഭാകർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഷമി, 10:30 അവിടെ ജന്മനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി തിരിച്ചെത്തുന്ന എം സ്വരാജിന് ഉജ്ജ്വലമായ സ്വീകരണം ഒരുക്കുകയാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് യുവജനങ്ങളുടെ, നിലമ്പൂരിലെ വോട്ടർമാരുടെ, ഇടതു മുന്നണിയുടെ ഒക്കെ ആവേശം. സ്ഥാനാർത്ഥിയെ ഇവിടെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നു. അതേസമയം അവിടെ ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്. സാധാരണ വിജയിച്ചു കഴിഞ്ഞാലാണ് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടക്കാറുള്ളത്. അത്രയേറെ കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ്. തീർച്ചയായും വിനീഷ, കേരളീയ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ്, രാഷ്ട്രീയമായി അവരുടെ ഓരോ തീരുമാനങ്ങളെയും എടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിലെ ആകെ ഒരു ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. വിനീഷ, നമുക്കറിയാം കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ, അതായത് ഇന്നലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരൊക്കെ തന്നെ എത്രമാത്രം പരിഹാസത്തോടും പുച്ഛത്തോടും അഹങ്കാരത്തോടും കൂടിയാണ് അവരുടെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇടുന്നത്. ഇന്നലെ ഇക്കാര്യം സ്വരാജിനോട് ചോദിച്ചപ്പോൾ സ്വരാജ് അതിന് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഇത് വ്യക്തിപരമായ ഒരു വിഷയമല്ല, ഇത് വളരെ കൃത്യമായ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് എങ്ങനെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, UDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, പ്രത്യേകിച്ചും UDFിൻ്റെ യുവജന നേതാക്കൾ എത്രമാത്രം അപക്വമായി, അമച്വറായി, അപ്പൊളിറ്റിക്കലായി അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. തങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം അവർക്ക് പറയാനില്ല, തങ്ങൾ വെക്കുന്ന ബദൽ എന്താണെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 9 വർഷമായി തുടരുന്ന LDF സർക്കാരിന് പകരമായി ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുകയാണ് ജനങ്ങളെ, നിങ്ങൾ അത് കണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ UDFന് കഴിയുന്നില്ല. പകരം എന്താണ്, അവർക്ക് കുറേ OLXൽ ഇട്ടോ, വഴിയിൽ കൂടെ പോകരുത്, CPMൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ കൂടി പോകരുത്, നിങ്ങൾ ബംഗാളികളെ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി കളയും, അങ്ങനെ എത്രയോ ലോ ലെവലിൽ നിൽക്കുന്ന തമാശകളും അപക്വമായ കാഴ്ചപ്പാടുകളും വെച്ചു പുലർത്തുന്ന ഒരു യുവജന നേതൃത്വത്തെ എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ച് തങ്ങൾ അധികാരം ഏൽപ്പിക്കുമെന്നൊരു വലിയ ചോദ്യത്തിന് ജനങ്ങൾക്ക് CPM നൽകുന്ന, ഇടതുപക്ഷം നൽകുന്ന വളരെ കൃത്യമായ മനോഹരമായ മറുപടിയാണ് എം സ്വരാജ്. എം സ്വരാജിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരിടത്തും നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരു മനുഷ്യനെയും ആക്ഷേപിക്കുന്ന, വ്യക്തിപരമായി ഒരാളെയും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യവും കാണാൻ കഴിയില്ല. പക്ഷേ ഈ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അയാൾ തീപ്പന്തമായി മാറുന്ന കാഴ്ചയും നമ്മൾ എത്രയോ വേദികളിൽ, എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ നമ്മൾ കണ്ടതാണ്. ഈ നാടിൻ്റെ വിഷയമാണ് എൻ്റെ വിഷയം, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വിഷയം എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ചങ്കൂറ്റത്തോടു കൂടി ഇറങ്ങി നിന്ന് പറയുവാനുള്ള ആർജവമുള്ള യുവജന നേതാവിനെയാണ് നമ്മൾ LDF അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിന് കഴിയുന്നു, അത് തിരിച്ചറിയാൻ നിലമ്പൂരിന് കഴിയുന്നു. അതാണ് നേരത്തെ വിനീഷ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നടക്കുന്ന നിമിഷം തന്നെ നിലമ്പൂരിൻ്റെ ഓരോ കോണുകളിലും, ഓരോ പോക്കറ്റുകളിലും മനുഷ്യർ ജാഥയായി ഇറങ്ങി, ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന് ജാഥയായി മാറി, കൂട്ടമായി മാറി എം സ്വരാജ് ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ സ്പന്ദനങ്ങളെ നമ്മളോട് വിളിച്ചു പറയുന്നത് അങ്ങനെയാണ്. അതാണ് ഈ നാടിൻ്റെ വികാരം, കേരളത്തിൻ്റെ വികാരം. നേരത്തെ പറഞ്ഞതുപോലെ, വിനീഷ പറഞ്ഞതുപോലെ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാടിലേക്ക് വരികയാണ്. ഈ നാടിൻ്റെ മകനായിട്ടുള്ള, ഇവിടെ ജനിച്ച് വളർന്ന, ഇവിടെ പിച്ച വെച്ച് നടന്ന, ഇവിടെ കോളേജിൽ പഠിച്ച, ഇവിടെ സ്കൂളിൽ പഠിച്ച, ഇവിടുത്തെ കടകളിൽ പോയി മിഠായിയും ഐസ് മിഠായിയും വാങ്ങി തിന്ന, ഇവിടുത്തെ കടകളിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി പഠിച്ച്, ഇവിടുത്തെ ലൈബ്രറികളിൽ പോയി പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് വളർന്ന് ആ അറിവുകൾ ഈ നാടിൻ്റെ സമ്പത്താക്കി മാറ്റുന്ന എം സ്വരാജ് ഈ നാടിൻ്റെ ജനപ്രതിനിധിയാകണം എന്ന ഉറച്ച കാഴ്ചപ്പാട് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വിനീഷ. കാരണം അത്രമാത്രം വലിയ ഒരു ഓളം ഈ നാട്ടിൽ, കേരള നാട്ടിൽ സൃഷ്ടിക്കാൻ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം MV ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് നടത്തിയതിന് ശേഷം UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് ഒരിക്കൽ പോലും ഈ നാട്ടിലെ ഒരു ചർച്ചയിലും, അത് LDFിനെ അനുകൂലിക്കുന്നവരെ ആയാലും എതിർക്കുന്നവരുടെ ആയാലും ചർച്ചയിൽ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എം സ്വരാജ് എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ കേരളത്തിലെ പ്രസക്തി. വിനീഷ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, സ്വരാജ്
ഏറ്റവും ഒടുവിലായി സ്വീകരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീകരിച്ച നിലപാട്, ആ യുദ്ധത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. ഏത് കാര്യത്തിലായാലും കൃത്യമായ നിലപാട്, കൃത്യമായ രാഷ്ട്രീയം പറയുന്ന പൊളിറ്റിക്കൽ നിലപാട്, എന്താണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു വെക്കുന്ന, താൻ പിന്തുടർന്ന് പോരുന്ന തൻ്റെ പ്രസ്ഥാനം തനിക്ക് തന്ന നിലപാട് എന്താണ്, അതിൽ നിന്ന് അചഞ്ചലമായി ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. ലോകം മൊത്തം തനിക്കെതിരായി നിന്നാലും ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടാതെ ഞാൻ പിന്തിരിഞ്ഞു നിൽക്കില്ല എന്ന നിലപാട് ഉറക്കെ പറയുന്ന, നെഞ്ചത്ത് കൈവച്ച് പറയുന്ന എം സ്വരാജ. ആ എം സ്വരാജിൻ്റെ നിലപാടുകളെ ഏറ്റവും പരിഹാസ്യമായി, ഏറ്റവും നിഷേധാത്മകമായ, ഏറ്റവും വിമർശനമായി മാത്രമേ എല്ലാ കാലത്തും ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വലതുപക്ഷ മാധ്യമങ്ങളാൽ, വലതുപക്ഷത്താൽ പരിഹസിക്കപ്പെട്ട നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് പിണറായി വിജയനാണ്. അത് കഴിഞ്ഞാൽ യുവജന നേതാക്കളിലേക്ക് വന്നാൽ എം സ്വരാജാണ്. അത്രയേറെ ഏതെങ്കിലും പാർലമെന്ററി സ്ഥാനങ്ങളിൽ ഇല്ലാത്തപ്പോൾ പോലും ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ളതും പരിഹാസ്യമായിട്ടുള്ളതും, അത്തരത്തിൽ പരിഹസിക്കാൻ മാത്രമേ അവർക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഗതികേട്. ഏതെങ്കിലും ഒരു അക്കാഡമിക് ലെവലുള്ള പൊളിറ്റിക്കൽ പോയിന്റ് പറഞ്ഞിട്ടോ സ്വരാജിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ആ ഗതികേടിലാണ് തങ്ങൾ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരിഹാസ്യ മുനകൾ കൊണ്ട്, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് തരത്തിലാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എം സ്വരാജ് വരട്ടെ എന്ന വെല്ലുവിളി, രാഹുൽ മാങ്കൂട്ട വെല്ലുവിളി, അത് രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ എന്താണ് അർഹത എന്നാണ് കേരളം, പൊളിറ്റിക്കൽ കേരളം, രാഷ്ട്രീയ കേരളം തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നത്, കോൺഗ്രസിനോട് ചോദിക്കുന്നത്. അത്രയേറെ പരിഹാസ്യത, ആ പരിഹാസ്യത ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിനൊപ്പം നിൽക്കാൻ സർക്കാർ നിരന്തരം പറയുമ്പോൾ, കേരള ജനതയുടെ മുന്നേറ്റത്തിന് വേണ്ടി ഒരു നാട് ഒന്നാകെ കൈകോർത്ത് പിടിച്ച്, ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാരിന് നേതൃത്വം നൽകുന്നവരെ അപഹസിക്കാനും പരിഹസിക്കാനും മാത്രമേ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ രാഷ്ട്രീയം എന്ന് പറയുന്നത്. തീർച്ചയായും വിനീഷ, നമ്മൾ കേരളത്തിലെ യുവജന നേതാക്കളുടെ, ഇപ്പോൾ വലതുപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, കഴിഞ്ഞ ഒരു വർഷത്തെ പോസ്റ്റുകൾ മാത്രം ഒന്നെടുത്ത് പരിശോധിക്കുക. ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ, നിഷ്പക്ഷരായ മനുഷ്യർ, ഈ നാട്ടിലെ കാലികമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിണറായി വിജയനെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാനോ അല്ലാതെ ഈ നാട്ടിലെ വർഗീയതയെ, ഈ രാജ്യം ഭരിക്കുന്ന വർഗീയതയെ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഹിംസ ചെയ്യുന്ന വർഗീയതയെ, ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ സംസാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന വർഗീയതയെ, ഈ നാട്ടിലെ മനുഷ്യൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന വർഗീയതയ്ക്കെതിരെ ഒരക്ഷരം ഇവരുടെ ആരുടെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ സ്വരാജിൻ്റെ പോസ്റ്റുകൾ പരിശോധിക്കൂ, സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിക്കൂ. ഈ നാടിൻ്റെ, ഈ ലോകത്തിൻ്റെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും എത്ര കൃത്യമായും വ്യക്തതയോടും കൂടി അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു എന്ന് കാണാം. അതാണ് രണ്ട് രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് കേരള ജനത തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് നേരത്തെ വിനീഷ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർ, ഈ നാട്ടിലെ നിഷ്പക്ഷരായ മനുഷ്യർ, ഇടതുപക്ഷക്കാരൊന്നുമല്ല, ഇടതുപക്ഷ അനുഭാവികളൊന്നുമല്ല, പക്ഷേ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർ, മതന്യൂനപക്ഷങ്ങൾ, അവരൊന്നടങ്കം സ്വരാജിന് പിന്നിൽ അണിനിരക്കുന്നത് അതുകൊണ്ടാണ്. ഇയാൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, അത് ഈ നാട്ടിലെ മതേതര രാഷ്ട്രീയമാണ്, ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തെക്കുറിച്ച് എം സ്വരാജ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദേശവിരുദ്ധനാക്കാൻ ഈ നാട്ടിൽ കുറെ പേർ രാവിലെ പകലില്ലാതെ ഓടി നടന്ന കാഴ്ചയാണ്. പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് സ്വരാജ് പറയുന്നതെന്ന്. യുദ്ധത്തിൻ്റെ ആത്യന്തികമായ അതിൻ്റെ ഫലങ്ങളെല്ലാം അനുഭവിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധം കാലം തൊട്ട് ഈ കാലം ഇത്രയും ഈ നാട്ടിൽ നടന്നിട്ടുള്ള, ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളുടെയും ഇരകളെന്ന് പറയുന്നത് ഈ നാട്ടിലെ സ്ത്രീകളും കുട്ടികളുമാണ്. ഇതിൻ്റെ വേദന മുഴുവൻ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഇപ്പോൾ ഗസയിൽ എത്ര ആയിരം പിഞ്ചു കുഞ്ഞുങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നത്, പട്ടിണി കിടന്ന് മരിക്കുന്നത്, ചികിത്സ കിട്ടാതെ മരിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിൻ്റെ വേദന തൻ്റെ വേദനയാക്കി മാറ്റാൻ, ഈ നാടിൻ്റെ വേദനയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ യുദ്ധവിരുദ്ധനാക്കാനായിരുന്നു ഇവിടുത്തെ സംഘപരിവാറിൻ്റെയും ഇവിടുത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും ശ്രമമെന്ന യാഥാർത്ഥ്യം. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു എന്താണ് സ്വരാജ് പറയുന്നത്, എന്താണ് സ്വരാജ് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്ന് തിരിച്ചറിയാൻ ഈ നാടിന് കഴിയുന്നു എന്നുള്ളതാണ്. ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത്രമാത്രം പഠനത്തോടു കൂടിയാണ്, സൂക്ഷ്മതയോടു കൂടിയാണ്, രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ്. ഫിനിഷ്.
യെസ്, ആ രാഷ്ട്രീയ ബോധ്യത്തിന് എത്ര മാർക്ക് കൊടുക്കുന്നു നിലമ്പൂർ എന്ന കണ്ടറിയാം വരും ദിവസങ്ങളിൽ. ഏതായാലും സ്വരാജ് നിലമ്പൂരിലേക്ക് എത്തുകയാണ്. സ്വരാജിനായി വലിയ രീതിയിലുള്ളൊരു സ്വീകരണം ഒരുക്കുകയാണ് LDF മുന്നണി. അപ്പുറത്ത് UDF മുന്നണി സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ അങ്ങനെയാണ് നിലമ്പൂരിൻ്റെ ഒരു ഏകദേശ ചിത്രം എന്ന് പറയുന്നത്.